പക്ഷെ റീസെന്റ് ആയിട്ട് 20 വയസ്സ് അതല്ലെങ്കിൽ 30 വയസ്സ് അങ്ങനെയുള്ള യങ് സ്ട്രോക്കുകൾ വളരെയധികം എന്തായിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പുവർ സ്ലീപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ സ്ലീപ്പിന്റെ അളവ് കുറയുക, തീരെ ഉറക്കില്ലാതെ വരിക, ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള സ്ലീപ്പ്, പെട്ടെന്ന് എണീക്കുക, അതേപോലെ തന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ഇനാക്ടിവിറ്റി, അതേപോലെ തന്നെ സ്ട്രെസ്, ഇതൊക്കെ നമ്മൾക്ക് സ്ട്രോക്ക് ഉണ്ടാക്കാന്നുള്ള ചാൻസസ് ഹയർ ആണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിലേക്കുള്ള രക്തക്കൊയലിലേക്ക് ബ്ലോക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ രക്തക്കൊയൽ പൊട്ടിപ്പോവുക എന്നുള്ള രണ്ട് കാറ്റഗറിയാണ് എന്താണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തുണ്ടാക്കുന്നത്, സ്ട്രോക്ക് പോലുള്ള ഒരു രോഗത്തിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്ട്രോക്കിനെ പ്രിക്വേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റി, ജിമ്മ് പോലുള്ള എന്തെങ്കിലും എക്സസൈസിലേക്ക്, അല്ലെങ്കിൽ വാക്കിങ്ങോ ജോഗിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസിലേക്ക് നമ്മൾ റെഗുലറായിട്ട് പോവുക. അതേപോലെ തന്നെ നല്ല ന്യൂട്രീഷൻ എടുക്കുക, മെന്റലി നമ്മൾ നല്ലൊരു വെൽബീയിങ് കൊണ്ടുവരാം, സ്ട്രെസ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ റെഡിയാക്കുക.